ചൈന അടക്കമുള്ള രാജ്യങ്ങളെ മാറ്റി നിർത്തി ഇന്ത്യയുമായി രാജ്യത്തിന് വൻ മുതൽക്കൂട്ടാകുന്ന സുപ്രധാനമായൊരു സാങ്കേതിക വിദ്യ കൈമാറ്റ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്തെ അതികായ കമ്പനിയായ ASML. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്ന ചൈനയടക്കമുള്ള രാജ്യങ്ങളെ നീക്കി നിർത്തി ലോക സെമി കണ്ടക്ടർ വ്യവസായത്തിലെ മുൻനിര കമ്പനികളിലൊന്നായ ASML ഇന്ത്യയുമായി സുപ്രധാനമായൊരു സാങ്കേതിക വിദ്യ കൈമാറ്റ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ കരാർ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സാങ്കേതിക ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി മാറുമെന്നതിൽ തർക്കമില്ല. നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള ASMLും ടാറ്റ ഇലക്ട്രോണിക്സും തമ്മിൽ ഇക്കഴിഞ്ഞ മാസമാണ് ഈ തന്ത്രപരമായ പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചത്. ഇത് ഒരു സാധാരണ ബിസിനസ് കരാറിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണെന്നാണ് സാങ്കേതിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ലോകത്തെ ഏറ്റവും നൂതനമായ ചിപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ലിത്തോഗ്രാഫി സംവിധാനങ്ങളുടെ കാര്യത്തിൽ ASML കമ്പനിക്ക് കുത്തക സ്ഥാനമാണുള്ളത്. അത്യാധുനിക ചിപ്പ് നിർമ്മാണത്തിനാവശ്യമായ ഈ സാങ്കേതിക വിദ്യ ലോകത്തെ മുൻനിര രാജ്യങ്ങൾക്ക് പോലും അന്യമാണ്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് നേരെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക നിയന്ത്രണങ്ങൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് തടയിടുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ആദ്യ വാണിജ്യ സെമി കണ്ടക്ടർ ഫാബിനായി ASML നേരിട്ട് പങ്കാളിയാകാൻ പോകുന്നത്. ഗുജറാത്തിലെ ധോലേരയിൽ $11 ബില്യൺ നിക്ഷേപത്തോടെ ടാറ്റ ഇലക്ട്രോണിക്സ് നിർമ്മിക്കുന്ന 300 മില്ലിമീറ്റർ സെമി കണ്ടക്ടർ ഫാബിനാവശ്യമായ ലിത്തോഗ്രാഫി ഉപകരണങ്ങളും സാങ്കേതിക പിന്തുണയും പരിശീലന സംവിധാനങ്ങളും ASML നൽകുമെന്നാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വാണിജ്യ ചിപ്പ് നിർമ്മാണ കേന്ദ്രത്തിന്റെ വളർച്ചയ്ക്ക് ഈ സാങ്കേതിക കൈമാറ്റം അടിസ്ഥാനമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇക്കഴിഞ്ഞ മെയ് 16 നെതർലാൻഡ്സിലെ ദി ഹാഗിൽ വെച്ചാണ് ടാറ്റ ഇലക്ട്രോണിക്സും ASMLും ഈ ശ്രദ്ധേയ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജാട്ടനും സന്നിഹിതരായിരുന്നു. ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാങ്കേതിക ഉപകരണ കൈമാറ്റത്തിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല എന്നതാണ്. ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ പരിശീലനം, ഗവേഷണ വികസന അടിസ്ഥാന സൗകര്യങ്ങൾ, ലിത്തോഗ്രാഫി രംഗത്തെ പ്രത്യേക വൈദഗ്ധ്യ വികസനം, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവയും ഈ കരാറിന്റെ ഭാഗമാണ്. ഒരു ചിപ്പ് ഫാക്ടറി മാത്രം നിർമ്മിക്കുകയല്ല, മറിച്ച് സമ്പൂർണ്ണ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ കരാറിന് പിന്നിലുള്ളത്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സ്വപ്നം വെറും ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വാഹനങ്ങൾ, കൃത്രിമ ബുദ്ധി സംവിധാനങ്ങൾ, ടെലികോം, പ്രതിരോധ മേഖല, മൊബൈൽ ഉപകരണങ്ങൾ തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ ഉപയോഗിക്കുന്ന ചിപ്പുകളുടെ ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യ ഒരു സുപ്രധാന സ്ഥാനത്തെത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ധോലേര പ്ലാന്റിൽ 28 നാനോമീറ്റർ മുതൽ 110 നാനോമീറ്റർ വരെയുള്ള സാങ്കേതിക വിദ്യ ചിപ്പുകൾ നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും അത്യാധുനിക ചിപ്പുകളല്ല ഇവയെങ്കിലും ആഗോള വ്യവസായത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും ഇത്തരം ചിപ്പുകളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ധോലേരയിൽ നിർമ്മിക്കപ്പെടുന്ന സെമി കണ്ടക്ടറുകൾക്ക് ആഗോളതലത്തിൽ ആവശ്യകതയും ഏറെയായിരിക്കും. ഈ ആവശ്യകത പരിഗണിച്ചാണ് ഇന്ത്യ ഈ ചിപ്പുകളുടെ നിർമ്മാണ പ്ലാന്റ് ഒരുക്കുന്നത്. ലോകമെമ്പാടുമുള്ള സെമി കണ്ടക്ടർ വിതരണ ശൃംഖലകളിൽ അമേരിക്ക ചൈന സാങ്കേതിക മത്സരം ശക്തമാകുന്ന സാഹചര്യത്തിൽ വിശ്വസനീയ പങ്കാളിയായി ഇന്ത്യയെ മുൻനിര കമ്പനികൾ കാണാൻ തുടങ്ങി എന്നതിന്റെ സൂചന കൂടിയാണ് ഈ കരാർ. ഒരു ഫാക്ടറി നിർമ്മാണത്തിന്റെ അടിസ്ഥാന കരാർ എന്നതിലുപരി ലോക സാങ്കേതിക ഭൂപടത്തിൽ ഇന്ത്യക്ക് പുതിയ സ്ഥാനം നേടിയെടുക്കാൻ സാധ്യതയുള്ള നീക്കമാണ് ഈ കരാർ. നിലവിൽ ഒരു വ്യവസായ വാർത്തയായി തോന്നുന്ന ഈ ധാരണാപത്രം വരും ഭാവിയിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ യുഗത്തിന് തുടക്കമിട്ട നിർണായക നിമിഷമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ആഗോള സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് മുൻനിര സ്ഥാനം ഉറപ്പിക്കുക എന്ന ഇന്ത്യയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഈ കരാർ വലിയ പങ്കുവഹിക്കും. ഇന്ത്യയിലെ യുവാക്കളെ ആവശ്യമായ അറിവും വൈദഗ്ധ്യവും നൽകി നിരവധി പ്രമുഖ അന്താരാഷ്ട്ര കമ്പനികളുമായും സ്ഥാപനങ്ങളുമായും ബന്ധപ്പെടുത്തുന്നതിനും ഈ കരാർ വഴിയൊരുക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.